ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സയൻസ് പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് ഷേപ്പിൽ ഞാനൊരു കൈ വെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു മടക്കിനനുസരിച്ച് വിരലിൻ്റെ രീതിയിൽ നമുക്കതൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് ഞാൻ കളർ അടിച്ചു. പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും സ്ട്രോ എടുക്കുക. എൻ്റെ ബ്ലാക്കേ ഉള്ളായിരുന്നു. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ടേപ്പ് വെച്ചോ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ സ്ട്രോകളും ഒട്ടിച്ചു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നൂല് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുക. എന്നിട്ട് ആ അറ്റഭാഗം ഒന്ന് നിങ്ങൾക്ക് കെട്ടിവെക്കാം. ഞാനിവിടെ ടേപ്പ് തന്നെയാണ് ഒട്ടിച്ചത്. എന്നിട്ട് ഈ ഒരു അറ്റം വരുന്ന പോർഷനിൽ നമ്മൾ വലിച്ചു നോക്കുക. വിരലൊക്കെ മടക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ മടക്കാൻ സാധിക്കും. അപ്പോൾ ഒത്തിരി ബലത്തിൽ പിടിച്ച് ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ ഒരു രീതിയിൽ വലിച്ചാൽ ഓരോ വിരലും അനങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു സാധനം നമ്മളിപ്പോൾ എറിഞ്ഞാൽ ഈ റോബോട്ട് ഹാൻഡ് വെച്ചിട്ട് പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വള്ളിയും കൂടെ പിടിച്ചില്ല, ഒരു വിരൽ മാത്രം ഞാൻ പിടിച്ച് വലിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു എഫക്റ്റ്. ഇതുപോലത്തെയൊക്കെ സയൻസ് പ്രൊജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും പഠിക്കുമല്ലോ. കുഞ്ഞുങ്ങൾക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ വരാനും ഇത് നല്ലതാണ്. അവരുടെ ആ ഒരു ഇമാജിനേഷനും ഇതിൻ്റെ കണ്ടപ്പോൾ മോൻ പറഞ്ഞു എക്സ്റേ പോലെ ഇരിക്കുന്നു, കൈയുടെ സ്കെലട്ടൺ പോർഷൻ പോലൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ക്രാഫ്റ്റ് വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.